നമസ്കാരം. ചില വിഷയങ്ങളിൽ മാത്രം തിരഞ്ഞെടുത്ത ചില വിഷയങ്ങളിൽ മാത്രം പ്രതികരിക്കുന്ന ചില സാംസ്കാരിക നായകരും ഒക്കെയുണ്ട് കേരളത്തിൽ. അത്തരത്തിലൊരാളാണ് ഭാഗ്യലക്ഷ്മി. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി വന്ന ദിവസം മുതൽ അവർ നടത്തിയ കോടതിക്കെതിരെയും ഇതിൽ 8ാം പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട് പിന്നീട് കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്ത ദിലീപിനെതിരെ നടത്തിയ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനു മുമ്പ് തന്നെ ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം ഒരു 3 വർഷങ്ങൾക്ക് മുൻപ് ദിലീപിനെതിരെ വെളിപ്പെടുത്തലുമായി റിപ്പോർട്ടർ ചാനലിലൂടെ രംഗത്ത് വന്നപ്പോൾ അന്ന് നിരവധി ദിവസങ്ങൾ ഇത് സംബന്ധിച്ചൊരു ചാനൽ ചർച്ചയുണ്ടായിരുന്നു. ആ ചാനൽ ചർച്ചകളിൽ ദിലീപിനെ നിരന്തരം എതിർത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ഭാഗ്യലക്ഷ്മി. അതിനുശേഷം വിധി വന്നതിന് ശേഷവും ദിവസങ്ങളോളം അവർ എന്തെല്ലാം രീതിയിലുള്ള ഒരു നാടകങ്ങൾ നടത്തി. സ്ത്രീ പീഡകന്മാരെയൊന്നും ഞങ്ങൾ വെറുതെ വിടില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് വ്യക്തിപരമായിട്ട് ഒരുപാട് ദിലീപിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അവർ പരാമർശങ്ങൾ നടത്തി. ഇപ്പോൾ ദിലീപിനെ അധിക്ഷേപിച്ചു എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഇത്തരക്കാർ പ്രതികരിക്കുമ്പോൾ അല്ലെങ്കിൽ വിമർശിക്കുമ്പോൾ അത് പക്ഷം പിടിച്ചാകരുത്. അങ്ങനെയാണെങ്കിൽ മിണ്ടാതെ ഒരു സ്ഥലത്ത് നിന്നിരിക്കണം. ഈ ഭാഗ്യലക്ഷ്മി അന്ന് ദിലീപിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ നിശിതമായി വിമർശിച്ചുകൊണ്ടിരുന്നപ്പോഴും അവർ രാമലീല എന്ന് പറയുന്ന ഒരു സിനിമയിൽ ദിലീപിൻ്റെ അമ്മയായി അഭിനയിച്ച രാധികയ്ക്ക് ശബ്ദം കൊടുത്ത് ആ പണം കൂടി വാങ്ങിച്ചിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ദിലീപിനെതിരെ വീണ്ടും വരുന്നത്. ദിലീപിൻ്റെ സിനിമകൾ വിജയിക്കരുത് എന്നൊക്കെ പറഞ്ഞത്. അതൊരു ചാനൽ ചർച്ചയിൽ ശാന്തിവിള ദിനേശ് തന്നെ അത് പൊളിച്ചടുക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെയുള്ള ഒരാളാണ് ഈ ഭാഗ്യലക്ഷ്മി. ഈ ഭാഗ്യലക്ഷ്മിയെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കാരണം നമുക്കറിയാം. സംവിധായകൻ രഞ്ജിത്ത് ഒരു സ്ത്രീ പീഡന കേസിൽപ്പെട്ട് അറസ്റ്റിലായി. അദ്ദേഹം ജയിലിലായി. ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായി അദ്ദേഹം ജയിലിലായിരുന്നു. ഇന്നലെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. അദ്ദേഹം പുറത്തിറങ്ങി. പക്ഷേ കമാന്നൊരക്ഷരം ഈ ഭാഗ്യലക്ഷ്മിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു വനിതാ ആക്ടിവിസ്റ്റുകളോ ഒന്നും പ്രതികരിച്ചില്ല. ഇവിടെയാണ് പക്ഷപാതപരമായ ഇവരുടെ പെരുമാറ്റം കള്ളത്തരമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ വോട്ട് ചെയ്യാൻ വന്ന ഭാഗ്യലക്ഷ്മിയോട് മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് രഞ്ജിത്തിൻ്റെ അറസ്റ്റിനെതിരെ നിങ്ങൾ പ്രതികരിക്കാത്തത് എന്ന്. അങ്ങനെ എല്ലാ വിഷയത്തിലും പ്രതികരിക്കണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു മറുചോദ്യമാണ് ഭാഗ്യലക്ഷ്മി മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. ഇതിൽ നിന്നു തന്നെ അവരുടെ ഒരു കള്ളത്തരം നമുക്ക് വ്യക്തമാകും. അതായത് ചില വിഷയങ്ങളിൽ മാത്രം, ചിലരോട് മാത്രമേ ഇവർക്ക് ഇത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള വിരോധമുള്ളൂ. അത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് അവർ നിരന്തരം ഒരു വ്യക്തിയെക്കുറിച്ച് അധിക്ഷേപ വാക്കുകൾ ചുരിഞ്ഞുകൊണ്ടിരുന്നത്. ദിലീപിനെതിരെയുള്ള ജനവികാരമായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ദിലീപിനെ ഇനി റോഡിൽ പിടിച്ചു നിർത്തി അടിച്ചാൽ പോലും ആരും ചോദിക്കാനില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. അവിടെയാണ് ഈ ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ളവർ വന്നിരുന്ന് വലിയ രീതിയിൽ അവരെ കുടുംബത്തെ പോലും അധിക്ഷേപിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവരെയൊന്നും പറയാൻ കഴിയില്ല. ഈ തിരിച്ചു മറുപടി പറഞ്ഞാൽ പോലും അത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കൊണ്ട് പലരും ഭാഗ്യലക്ഷ്മിയൊക്കെ വെറുതെ വിടുകയാണ് ചെയ്തത്. മറുപടി പറയാൻ പോലും പോകില്ല. എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു പോകുന്ന ഒരു ശൈലിയായിരുന്നു പല ആൾക്കാരും സ്വീകരിച്ചത്. കാരണം അങ്ങനെ എന്തെങ്കിലും മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചേ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് പരാതി കൊടുക്കുകയും പിന്നെ ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇവരെ കൊണ്ട് പിടിച്ചകത്തിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭയം കൊണ്ടായിരിക്കാം അത്തരക്കാർ പലരും ഇത്തരത്തിൽ മറുപടി നൽകാതിരുന്നത്. ഇവിടെയാണ് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമുണ്ടായത്. രഞ്ജിത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കാരവാനിൽ വെച്ച് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അത് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടാണ് പോലീസ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അതും എങ്ങനെയാണ്, അദ്ദേഹം രക്ഷപ്പെട്ടു പോകാൻ, ഒളിവിൽ പോകാൻ തുടങ്ങുമ്പോൾ പിന്തുടർന്ന് അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് കുറുകെ പോലീസ് വാഹനം വെച്ചിട്ടാണ് ഒരു കൊടും കുറ്റവാളിയെ പോലെ അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അയാൾക്ക് ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നത്. പക്ഷേ ആ സമയത്ത് പോലും ഒരു ചെറിയ രീതിയിലുള്ള പരാമർശം നടത്താൻ പോലും ഈ പറയുന്ന കുക്കു പരമേശ്വരനോ അല്ലെങ്കിൽ ഈ ഭാഗ്യലക്ഷ്മിയോ ഒന്നും തയ്യാറായില്ല. കുക്കു പരമേശ്വരനൊക്കെ അങ്ങനെ ചില വിഷയങ്ങളിൽ മാത്രമേ പ്രതികരിക്കാറുള്ളൂ. എന്നാൽ ഭാഗ്യലക്ഷ്മി അങ്ങനെയല്ല. ഭാഗ്യലക്ഷ്മി കാണുന്ന വിഷയങ്ങളിലെല്ലാം കയറി തലയിടുന്ന ഒരു സ്വഭാവമാണ്. തലയിട്ട് അവർക്ക് വായിൽ തോന്നുന്നത് മുഴുവൻ അവർ എതിരാളികളെ പറയും. ആർക്കും മിണ്ടാൻ കഴിയാത്തൊരവസ്ഥ. അങ്ങനെയാണ് ഭാഗ്യലക്ഷ്മിയുടെ ഒരു രീതി. അവിടെയാണ് ഭാഗ്യലക്ഷ്മി രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത് കണ്ടില്ല എന്ന് നടിച്ചത്. രഞ്ജിത്ത് പീഡിപ്പിച്ചത് ഇരയല്ലല്ലോ. ഭാഗ്യലക്ഷ്മിയുടെ കണ്ണിൽ ചിലപ്പോൾ ഇരയല്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ ഇത്തരത്തിൽ പ്രതികരിക്കാതിരുന്നത് രഞ്ജിത്തിനെതിരെ. എന്തായാലും ഈ ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള കള്ളനാണയങ്ങളെ കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും വിഷയങ്ങളുണ്ടാവും. ആ വിഷയങ്ങളിൽ അവർക്ക് ലാഭകരമായിട്ടുള്ള എന്തെങ്കിലും, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ലാഭകരമായിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അവർ വരും എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ, രഞ്ജിത്തിനെ പോലെയുള്ള മാടമ്പിമാരുടെ പീഡനങ്ങളൊക്കെ അവരത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കും. ഇത് കേരള സമൂഹം ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.